മിഷൻ യാത്ര ചെയ്യാൻ മാഷൊരു പ്രശ്നമല്ല. എനിക്കും എന്താണ് മിഷനിൽ പോയ അനുഭവം എന്താണെന്ന് അറിയണല്ലോ. നമ്മൾ പ്രാർത്ഥിച്ചത് അവരുടെ സംഭവം, അവരുടെ വിഷമങ്ങൾ നമ്മൾ തമ്പുരാന് മുമ്പിലേക്ക് പറഞ്ഞു. അത് അവർക്ക് മനസ്സിലായി, തമ്പുരാനും മനസ്സിലായി. അവർക്ക് കൊടുക്കാനുള്ള സൗഖ്യമാണോ, സന്തോഷമാണോ, ദുഃഖമാണോ, അത് അവർക്ക് തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് യാതൊരു മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. നല്ല ചൂടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പേടിപ്പിച്ച് നല്ല ചൂടായപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ആണെങ്കിൽ നിങ്ങൾ ഒരുങ്ങി വരണമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്ന് അന്ന് മുതൽ സത്യത്തിൽ ചൂട് ഭയങ്കര കുറവ്. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വിളിക്കുമ്പോൾ അറിയാം അവിടെ ചൂട് കുറവാന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തൊക്കെ പറയും ഇവിടെ ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. തങ്ങൾ അനുഭവിച്ച ഈശോയെ പല നാടുകളിൽ ചെന്ന് സ്നേഹപൂർവ്വം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന ഒത്തിരി കുടുംബങ്ങളെ നമ്മൾ കണ്ടുമുട്ടി. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മിഷൻ മേഖലകളിലേക്ക് കടന്നു ചെന്ന് അവിടെ ഇരുന്ന് ആ പ്രദേശത്തിനു വേണ്ടി ഈശോയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൻ്റെ അനുഭവങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. എൻ്റെ പേര് ബൈജു, കല്ലൂര് എടവക, തൃശ്ശൂർ അതിരൂപതയിലാണ്. എൻ്റെ പേര് ലിജി, പിന്നെ ഇവിടെ തന്നെയാണ്. മക്കൾ മൂത്തവൻ എനോഷ് ജോൺ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തവൻ ജോസഫ് ജോൺ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തവൻ ബെഞ്ചമിൻ ജോൺ, അവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഞങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് കാറ്ററിംഗ് സർവീസാണ്. ഒപ്പം ചെയ്യുന്നു. അല്ലാത്ത സമയങ്ങളിൽ, കാറ്ററിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ ഹൗസ് പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകളും ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ 2 മേഖലകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജീസസ് യൂത്ത് അനുഭവത്തിലൂടെയാണ് ഈ ഒരു മിഷൻ മേഖലയിലേക്കും ആ ഒരു മിഷൻ താല്പര്യവും ഒക്കെ തന്നെ കടന്നു വരുന്നത്. അപ്പം 2 പേരും ജീസസ് യൂത്ത് ആയിരുന്നോ, അല്ലെങ്കിൽ ആരാണ് കൂടുതൽ കാലം ജീസസ് യൂത്തിൽ ഉണ്ടായിരുന്നത്? ജീസസ് യൂത്തിൽ ഞാനിപ്പോൾ വന്നിട്ട് ഒരു 26-27 വർഷത്തോളം ആയിട്ടുണ്ട്. ജീസസ് യൂത്തിൽ വന്നിട്ട് വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 19 വർഷമായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. ലിജി ജീസസ് യൂത്ത് അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു മിഷൻ മേഖലയിലേക്കുള്ള ഒരു യാത്ര, അപ്പം ഫാമിലി ആയിട്ട് നിങ്ങൾ പോകുന്നതിന് മുൻപ് ഇതുപോലെ ബൈജേട്ടൻ പോയിട്ടുണ്ടോ, അതോ കുടുംബമൊത്ത് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നത്? അല്ല, 2002 ആഗ്രയിൽ സാന്ത്വന കമ്മ്യൂണിറ്റിയുടെ കൂടെ ിലേക്ക് ഒരു ധീരജച്ചൻ്റെ ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് 2 ആഴ്ചയ്ക്ക് പോയിട്ടുണ്ട്. അവിടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് സഹായിക്കാനാണ് കടന്നു പോയത്. അതിനുശേഷം 2014 ഭദ്രാവതി രൂപതയിൽ ഒരു ഇടവകയ്ക്ക് ഹൗസ് വിസിറ്റിങ്, ഒരു ജീസസ് മൂവ്മെൻറ്റിൻ്റെ ഒരു 1 ഇയർ ചെറിയൊരു പ്രോഗ്രാമായിരുന്നു. ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവസാനം ഫൈനൽ ഗാദറിംഗ് എന്ന ലെവലിൽ അവരൊരു മിഷൻ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഭദ്രാവതി രൂപതയിലേക്ക് ഒരു ഇടവകയിലേക്ക് കടന്നു പോയിട്ടുണ്ട്. പിന്നെ അന്ന് പണ്ടോട്ടുള്ള ആഗ്രഹമാണ് ഒരു മിഷൻ എക്സ്പീരിയൻസ് അന്നൊക്കെ തുടങ്ങുമ്പോൾ കുടുംബമായിട്ട് പോകണം എന്നൊക്കെയുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അത് കടന്നു വന്നത് ഈ സമയത്താണ്. 2024 ഏപ്രിൽ 1-ാം തീയതിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. മെയ് 2-ാം തീയതി ഞങ്ങൾ തിരിച്ചു വന്നു. ആ ഒരു വെക്കേഷൻ സമയത്തായിരുന്നു വെക്കേഷൻ. അത് അങ്ങനെയുള്ള പ്ലാനിങ് ആയിരുന്നു. അത് ജീസസ് മൂവ്മെൻറ്റിൻ്റെ ഫാമിലി ടീമിൻ്റെ ഒരു ഇനീഷ്യേറ്റീവിലാണ്. ഒരു വർഷങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നു. ഞങ്ങൾ പോയിരുന്ന സമയത്ത് ഒരു 25ഓളം കുടുംബങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കങ്ങൾക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതായത് ഡിസംബറിൽ ഞങ്ങളൊരു ഒക്ടോബർ സെപ്റ്റംബറിലൊക്കെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഡിസംബറിൽ ഒരു ഓറിയൻറ്റേഷൻ 3 ദിവസത്തെ ചേർത്തല തങ്കിപ്പള്ളിയിൽ വെച്ച് ഒരു 3 ദിവസത്തെ 25 ഫാമിലികളും വന്ന് ഓൾ കേരള ടീമിൽ നമുക്കൊരു ട്രെയിനിങ് തന്നു. അത് നാഷണൽ ലെവലിലുള്ള വൈദികരും മറ്റ് മുന്നിൽ പോയി എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ നമുക്ക് പങ്കുവെച്ച് തന്നു. ആ ഒരു ഇതിലൂടെയാണ് ഞങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. അപ്പം ഇങ്ങനൊരു അവസരം വന്നപ്പോൾ ഇപ്പം ജീസസ് യൂത്ത് ആ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് നമ്മളിങ്ങനെ മിഷന് പോകാനുള്ളൊരു അവസരമുണ്ട് കുടുംബങ്ങൾക്ക് എന്ന് അറിയുന്നത്. അപ്പം അങ്ങനെ ഒരു ഞങ്ങൾക്കും പോകണം എന്ന് തോന്നാനുള്ള ഒരു കാരണം എന്താണ് ശരിക്കും? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. 2002 ആദ്യമായിട്ട് പോയപ്പോഴും ഒറ്റയ്ക്കാണ് പോയത്. 2014 പോയപ്പോഴും ഒറ്റയ്ക്കാണ് പോയത്. അന്ന് മുതൽ 2014 ഞങ്ങൾ വിവാഹം കഴിഞ്ഞിരുന്നു. 2006 വിവാഹം കഴിഞ്ഞാണ്. അതിനുശേഷമാണ് ഞങ്ങൾ പോകുന്നത്. അന്ന് വിളിക്കുന്നത്. അപ്പോൾ അന്ന് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അന്നോട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. അന്ന് മക്കൾ മൂത്തങ്ങളായിട്ടുള്ളൂ.
രണ്ടാമത്തെ ആയിക്കൊണ്ടിരിക്കുന്നു. മൂത്താളുണ്ട് 2010. അന്നോട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ഫാമിലി ആയിട്ട് പോകണം എന്നാള്. അതിനുള്ളൊരു വഴി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അതായത് നമുക്ക് നേരിട്ട് പോയി തുറന്ന് പോകാൻ പറ്റിയൊരു മേഖലകളല്ല. അപ്പോൾ ഒരു ജീസസ് മൂവ്മെൻറ്റ് ഇങ്ങനത്തെ ഒരു വാതിൽ തുറന്ന് തന്നപ്പോൾ ആ ഒരു വാതിലിലൂടെ നമ്മൾ അകത്തേക്ക് കയറി. ഓക്കെ. മിഷൻ മേഖലയിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളൊക്കെ അവരനുഭവിച്ച ഒരു ഈശോയുടെ ഒരു സ്നേഹം അവരുടെ ഉള്ളിൽ ഇങ്ങനെ അതിൻ്റെ ചൂട് കെടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഒരവസരം കിട്ടുമ്പോൾ മറ്റുള്ളവരോട് പറയാനായിട്ട് ശ്രമിക്കണമെന്നും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അങ്ങനെയുള്ള ഒരു തീക്ഷ്ണതയും ഒരു ചാൻസ് കിട്ടുമ്പോൾ ഇവരൊക്കെ ചാടി പുറപ്പെടുന്നതും അതുകൊണ്ടാണ്. അപ്പൊ ഇതുപോലെ ഇപ്പൊ രണ്ടുപേരുടെയും ജീവിതത്തിലെ ദൈവം ഇടപെട്ട മുഹൂർത്തങ്ങൾ ഉണ്ടായിരിക്കും. ശക്തമായിട്ടുള്ള ഒരു പക്ഷേ ഒരു ദൈവാനുഭവം ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് തറഞ്ഞു കയറിയ ചില വചനങ്ങൾ ഉണ്ടാകാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ദൈവവുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ നിലനിൽക്കുന്നതും ഈ ഒരു മിഷൻ തീക്ഷ്ണത നമ്മുടെ ഉള്ളിൽ ജ്വലിപ്പിക്കുന്ന ആ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ദൈവാനുഭവം എന്താണ്? വ്യക്തിപരമായ ദൈവാനുഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാനായാലും പ്രവർത്തിക്കാനായാലും എളുപ്പമാണ്. കുടുംബമായിട്ട് വളർന്നു വന്നപ്പോൾ കുറേ ഇഷ്യൂസുകളുണ്ട്. അതായത് നമുക്ക് ഇറങ്ങിച്ചെല്ലാനും കാര്യങ്ങളൊക്കെ നമ്മളെ മക്കളെ നോക്കണം, മക്കളുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ മാതാപിതാക്കളുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്തൊരു മേഖലയ്ക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ. അപ്പോൾ അവിടെ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു കുടുംബത്തിൽ ആദ്യം ചെയ്യേണ്ടത് കുടുംബത്തിലൊരു സാക്ഷ്യമാകുക എന്നുള്ളതാണ്. കുടുംബത്തിൽ വിറ്റ്നസ് ഇല്ലെങ്കിൽ, നമുക്ക് കുടുംബത്തിന് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ നിന്നാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു മിഷൻ യാത്ര പോയപ്പോഴൊക്കെ ഞങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെ അപ്പച്ചനും അമ്മച്ചൻ്റെ കൂടെ ഇല്ല, അനിയൻ്റെ കൂടെയാണ്. അപ്പോൾ നമ്മൾ ഓരോ കേസുകൾക്കും എന്ത് ഒരു ഇമ്പോർട്ടൻ്റ് ഫാമിലിയിലായാലും ഒരു ജീസസ് പ്രവർത്തനമായാലും ഒരു ഒക്കെ പ്രാർത്ഥനാനുഭവത്തിലായാലും അവരുടെ അനുവാദം ഞങ്ങൾ ചോദിക്കാറുണ്ട് അവരോട് കൂടെ. അപ്പോൾ ഞങ്ങൾ മിഷൻ പോകുന്ന കേസുകളൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോകുന്ന ദിവസം ഈസ്റ്ററിൻ്റെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ്. അപ്പോൾ ഈസ്റ്റർ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടി അവരിൽ നിന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആ ഒരു അനുഗ്രഹം നമുക്ക് മാതാപിതാക്കളുടെ അനുഗ്രഹം വലിയൊരു സമ്പത്ത് തന്നെയാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ മൊത്തം ഞങ്ങൾക്ക് കാണാനും പറ്റുന്നുണ്ട്. ഇപ്പം ബൈജു ചേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരുപക്ഷെ രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ബൈജു ചേട്ടൻ എന്താണ് ചേച്ചിയോട് പറഞ്ഞത്? അല്ലെങ്കിൽ പോകണം എന്നാണോ പറഞ്ഞത്, പോയാലോ എന്നാണോ പറഞ്ഞത്? അപ്പൊ ചേച്ചിയുടെ ഒരു മനസ്സിലുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? പോയാലും നമ്മുടെ മക്കൾക്കൊക്കെ ഒരു തുറവിട്ട് കൊടുക്കുന്നത് നല്ലതല്ലേന്ന് പറഞ്ഞു. അപ്പൊ ശരി, എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. നിങ്ങളായിട്ട് മുൻപ് പോയിട്ടുണ്ടല്ലോ, അപ്പൊ ആ ഇത് പറഞ്ഞപ്പോ എനിക്കും എന്താണ് മിഷന് പോയ അനുഭവം എന്താണെന്ന് അറിയണല്ലോ. അപ്പൊ അങ്ങനെ അത് കാരണം അപ്പം പിള്ളേർക്കായാലും അവർ ഇനിയായാലും അവർക്ക് പോകാൻ ഒരു അവസരം നമ്മളായിട്ട് ഒരുക്കി കൊടുക്കണല്ലോ. അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോ ആയാലും ഇവർക്ക് നമ്മളായിട്ട് വഴിയൊരുക്കി കൊടുക്കാം. പിന്നീട് ഇവരെന്താണെങ്കിൽ അത് തമ്പുരാന്റെ ദൈവം എന്താ തീരുമാനിക്കണമെങ്കിൽ അതുപോലെ നടക്കട്ടെ. അപ്പൊ ഇനിയും ഒരിക്കൽ കൂടി, അല്ലെങ്കിൽ അടുത്ത ഒരു യാത്രയെ കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ ചേച്ചിയുടെ ഒരു പ്രതികരണം എന്താണ്? ഇനി ഓക്കെ ഞാൻ പറയും, പോകാൻ തയ്യാറാണ്. അത് ഇവർക്കായാലും ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, വെരി ഗുഡ്. കാരണം നമ്മളവിടെ ചെന്നപ്പോൾ ഹൗസ് വിസിറ്റിംഗ് ചെയ്തപ്പോൾ നമ്മളെ കാത്തിരിക്കാൻ ടീച്ചേഴ്സൊക്കെ ജോലിക്ക് പോകാതെയാണ് അവര് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഭയങ്കര അനുഭവം പോലെ നമുക്ക് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ തോന്നിയോ നമ്മുടെ ഉള്ളിൽ തോന്നി. പക്ഷെ അവർക്കത് വലിയ അനുഭവമായിരുന്നു. പിന്നീട് അവിടെ ചെന്ന് നമ്മൾ എങ്ങനെയാണ് അവിടെ നമ്മുടെ മക്കളുമൊത്തുള്ള യാത്ര, അവർക്ക് യാത്രയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ? സമാധാനമായിട്ട് പോകാൻ പറ്റുമോ? എങ്ങനെയാണ് ലിജിക്ക് എന്താണ് പറയാനുള്ളത്? കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ അവരുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഡ്രസ്സ് ശ്രദ്ധിക്കണം, അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കണം, കുടിക്കുന്ന വെള്ളം ശ്രദ്ധിക്കണം. അപ്പൊ എത്രത്തോളം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? ഞങ്ങൾ എല്ലാവരും ഒരുവിധം കരുതിയിട്ടാണ് പോയത്. പിന്നെ ഇവൻ പെട്ടെന്ന് ചുമ വരും ബെഞ്ചൂസിന്. അപ്പൊ പെട്ടെന്ന് ചുമ വന്ന് പിന്നെ ശ്വാസം മുട്ടുള്ള മാതിരി ചുമക്കും. അപ്പൊ ആ മരുന്നുകളൊക്കെ വേണം. ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് യാതൊരു മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. യാത്രയിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെ ചെന്നപ്പോ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? ചൂടാണോ തണുപ്പായിരുന്നു? ഏത് സമയത്താ പോയത്? ഈ സമ്മർ വെക്കേഷനിലാണല്ലോ പോകുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും. അവിടുന്ന് ഞങ്ങൾ പോയതൊരു ഫാദർ പ്രകാശ് അച്ഛനാണ്. അപ്പൊ ആള് ഞങ്ങള് മുന്നേ ഒരു 2 മാസം തൊട്ട് ഞങ്ങൾ ആളായിട്ട് കോണ്ടാക്റ്റിലുണ്ട്. നല്ല ചൂടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പേടിപ്പിച്ച് നല്ല ചൂടായി. അതിനുള്ള പ്രിക്കോഷൻസ് ആണെങ്കിൽ നിങ്ങൾ ഒരുങ്ങി വരണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് അന്ന് മുതൽ സത്യത്തിൽ ചൂട് ഭയങ്കര കുറവായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വിളിക്കുമ്പോൾ പറയാം, അപ്പോൾ ഞങ്ങൾ പറയും അവിടെ ചൂട് കുറവാൻ വെച്ച് അല്ലപ്പച്ചെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ശരിക്കും ഞങ്ങളൊരു ട്വിസ്റ്റ് ചെയ്ത മാതിരി. അതായത് സാധാരണ നമ്മൾ മധ്യപ്രദേശ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ചൂടുള്ള സ്ഥലങ്ങളാണ്. അത് ഞങ്ങൾക്ക് 3-4 മഴകളും കിട്ടി അവിടെ. വലിയ മഴകളല്ല എങ്കിലും കാലാവസ്ഥയൊക്കെ ഒരു നോർമലായിരുന്നു. അന്ന് ചൂടുണ്ടായിരുന്നു, ഇല്ല എന്നല്ല. തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു ഇത് കാലാവസ്ഥയെ പോലും ഒന്ന് ക്രമീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി
അവിടെ നമുക്ക് ചെന്നിട്ട് എന്തൊക്കെ ചെയ്യാനാണ് സാധിച്ചത്? പ്രത്യേകിച്ച് കൂടുതൽ സമയം പ്രാർത്ഥനയിലാണ് ചെലവഴിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കത് ഏതൊക്കെ രീതിയിൽ, ഇപ്പം കുരിശിന്റെ വഴി പ്രാർത്ഥിച്ചോ, അല്ലെങ്കിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, അല്ലെങ്കിൽ ആരാധനയ്ക്ക് ഒക്കെ വരുന്നോ, എങ്ങനെയൊക്കെയാണ് നമുക്ക് അവിടെ മിഷൻ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത്? ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഏറ്റവും കൂടുതൽ അഡോറേഷന് മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചത്. അപ്പോൾ അച്ഛൻ അവിടെ ഫുൾ ടൈം ഉണ്ട്. അച്ഛൻ വല്ലപ്പോഴാണ് പുറത്തേക്ക് പോവുക. അല്ലാത്ത സമയം അഡോറേഷൻ എപ്പോഴും അവളെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഞങ്ങളൊരു ദിവസം തുടങ്ങുന്നത് തന്നെ രാവിലെ ഒരു 6 മണി 6:30 കൂടി ഞങ്ങൾ ചാപ്പലിൽ വരും. അഡോറേഷൻ ചാപ്പലിൽ വരും. ഞങ്ങൾ ആരാധനയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കും. ആ സമയത്ത് അഡോറേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 മണിക്ക് വന്ന് ഞങ്ങൾക്ക് വേണ്ടി കുർബാന ചൊല്ലും. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഫാമിലിയുടെ ഒരു മകൻ, അവൻ ഞങ്ങൾ പോകുന്നതിൻ്റെ പിന്നാലെ സെമിനാരിക്ക് പോവാണ്. അപ്പോൾ അതിനു വേണ്ടി അവനും കൂടി അച്ഛൻ ആ സമയത്ത് അവിടെ ഒരുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനുണ്ടായിരുന്നു, പിന്നെ അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ സ്ഥിരം ഉണ്ടാവുന്ന നിർബന്ധമില്ല. ഞങ്ങൾ 5 പേരാണ് ഉണ്ടാവുക. ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും അച്ഛൻ കുർബാന മുടക്കാതെ ഞങ്ങൾക്ക് തന്നു. അച്ഛൻ യാത്ര ചെയ്തിട്ട് അച്ഛൻ അത്യാവശ്യം അവരുടെ കരിസ്മാറ്റിക് ലെവലിൽ ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയുണ്ട്. അപ്പോൾ ആൾ എങ്ങനെയൊക്കെ പോകണമെങ്കിൽ അവിടെ ചിലപ്പോൾ ഇവിടുന്ന് അടുത്തൊരു പള്ളിക്ക് പോകണമെങ്കിൽ കിലോമീറ്റർ യാത്ര ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ 200-250 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വല്ല യാത്രയ്ക്ക് പോയിട്ട് നേരം വൈകാൻ വരികയാണെങ്കിൽ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി അടുത്തുള്ള ഇടവകയത്തെ വൈദികരെ കൊണ്ട് ഞങ്ങൾക്ക് കുർബാന അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. കുർബാന ഞങ്ങൾക്ക് മിസ്സായിട്ടില്ല. ശരിക്കും ട്രെയിൻ യാത്രയിൽ മാത്രമാണ് ഒന്ന് മിസ്സിങ് വന്നിട്ടുള്ളൂ. ഇപ്പോൾ കുർബാന ഞങ്ങളൊരു 11 വർഷമായിട്ട് ഞങ്ങൾ കുർബാന മുടങ്ങാതെ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു കൃപ കിട്ടുന്നുണ്ട്. പിന്നെ ആ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ അച്ഛനും ആ ഒരു പറമ്പുണ്ട്, ഏകദേശം 4-5 ഏക്കറോളം സ്ഥലം ഉണ്ട് അവിടെ. അതിന് ചുറ്റും ജപമാല ചൊല്ലി അച്ഛൻ മുമ്പിലേ നടക്കും. അച്ഛൻ്റെ പിന്നാലെ ഞങ്ങൾ നടന്ന് ഒരു കുരിശിൻ്റെ വഴി ചൊല്ലണമാതിരി നടന്ന് കോമ്പൗണ്ട് ചുറ്റും ഒരു 3 റൗണ്ടോളം ചൊല്ലി. ഒരു സമ്പൂർണ്ണ കൊന്ത ഒരു ഏകദേശം 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം എടുക്കും. അത് കഴിഞ്ഞൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ്റേതായ കാര്യങ്ങൾക്ക് കിടക്കും. അച്ഛന് വിസിറ്റേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഫോൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഞങ്ങളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നിരുന്ന് അഡോറേഷന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയതാണ് മിഷന് വേണ്ടി അനേക മക്കൾ, വ്യക്തികൾ മിഷന് വേണ്ടി നമ്മൾ പരിചയപ്പെടുന്നതും കാണുന്നതും സിസ്റ്റേഴ്സ് അച്ഛന്മാരൊക്കെയാണ് കൂടുതൽ മിഷന് പോകുന്നത്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഫാമിലീസുകൾ, യുവജനങ്ങൾ ഒക്കെ മിഷൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് 1 മാസം കിട്ടിയെന്ന് ഞങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹമാണ്. അതായത് ഞങ്ങൾ ഇവിടുന്ന് പോകുമെന്നറിയാം, നമുക്ക് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ല. ഒരു അഡോറേഷൻ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ അങ്ങനെ മനസ്സിൽ കണ്ടിട്ട് തന്നെ പോയതും തന്നെ. അപ്പോൾ അതൊരു മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും, പിള്ളേർ ഇരുന്ന് പ്രാർത്ഥിക്കും. ബാക്കിയുള്ള ഞങ്ങളുടെ അനുദിന കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഇവരെ പ്രാർത്ഥനയും ഞങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം ഉണ്ട് നമുക്ക്. അപ്പോൾ ഓരോ കേസുകൾ നമ്മൾ ഇവിടുന്ന് വിളിച്ചു ചോദിക്കും ആരെങ്കിലും പ്രാർത്ഥിക്കേണ്ട. അപ്പോൾ ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞാൽ 25 ഫാമിലിയിലാണ് ആ സമയങ്ങളിൽ. പല ഫാമിലികളും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഓരോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാലാവസ്ഥ, ശാരീരിക അസ്വസ്ഥതകൾ, അവർക്ക് ഛർദി, അങ്ങനത്തെ അസ്വസ്ഥതകളൊക്കെ വരും. അപ്പോൾ അവർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിരുന്ന ഞങ്ങൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ശരിക്കും നടത്തുകയായിരുന്നു. അപ്പോൾ അതിന് 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അവർ റിസൾട്ട് വിളിച്ചു പറയും, ആ ദിവസം ഞങ്ങൾക്ക് കുറഞ്ഞു കിട്ടാ, ഞങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റി, കുർബാനയ്ക്ക് പോകാൻ പറ്റി, ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ശരിക്കും ഒരു മിഷന് വേണ്ടി 1 മാസം പ്രാർത്ഥനിച്ചതോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിലും അതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു. അതായത് ആ സമയത്തൊക്കെ ഒരു പ്രാർത്ഥന അനുഭവം കുറഞ്ഞിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് വീണ്ടും നമുക്കൊരു റീചാർജ് ആയ മാതിരി ഒരു അനുഭവത്തിലേക്ക്, പുതിയൊരു ഉണർവിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിച്ചു. അത് ഇന്നും ഞങ്ങൾ നിലനിൽക്കുന്നു. കുട്ടികളൊക്കെ എങ്ങനെയാണ് അവിടെ ജപമാല ചെല്ലാനും പ്രാർത്ഥിക്കാനൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തോ? ഇവർ വരും. ഉച്ച സമയം കുറച്ച് സമയം കിടന്നുറങ്ങാൻ പോകും. പിന്നെ വൈകിട്ട് കുറച്ച് ഒരു 4 മണി തൊട്ട് ഒരു 5:30 വരെ കളിക്കാനായിട്ട് പോകും. അവിടെ ഗ്രൗണ്ട് ഉണ്ട്, അതിൽ കളിക്കാൻ പോകും. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ വന്നിരിക്കും. നന്ദി പറയാനൊക്കെ പഠിച്ചത് കാരണം. പിന്നീട് ഇപ്പം ശരിക്കും അതൊരു തീർത്ഥകേന്ദ്രമായിരുന്നു അല്ലേ? കാഞ്ചുബൈഡ എന്ന് പറയുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. അപ്പൊ അത് അവിടുത്തെ മറ്റ് ശുശ്രൂഷകൾ, അതുപോലെ തന്നെ അവിടേക്ക് ഇപ്പം ആദ്യം അതൊരു ചെറിയൊരു ഉപേക്ഷിക്കപ്പെട്ട ഒരു കുന്നുപോലത്തെ സ്ഥലമായിരുന്നു. ഒരു ചെറിയ ചാപ്പൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. പിന്നീട് ഈ പ്രകാശച്ചൻ വന്നിട്ടാണ് അത് കൂടുതൽ നവീകരിച്ചെടുക്കുന്നതും ഖണ്ഡുവ രൂപതയുടെ നേതൃത്വത്തിൽ അത് കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഒപ്പം പള്ളോട്ടൈൻ സഭ അതിനു വേണ്ടിയിട്ട് വലിയ രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അത് വലിയ രീതിയിൽ വളർന്നു വരുന്നു എന്നുള്ളത് നമുക്കറിയാം. ശാലോം ടെലിവിഷനിലൂടെ ഒക്കെ അവിടുത്തെ തിരുനാളുകളെ കുറിച്ചിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരെ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ഇത്രയും നാളുകൾ കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രദേശത്തുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥ ശക്തിയും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ അനുഭവിക്കുന്ന ആളുകളുടെ ഒരു അനുഭവങ്ങളും ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? അവിടുത്തെ ശുശ്രൂഷകളിലേക്ക് വരുന്നവരുടെ ഒക്കെ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ്? അവിടുത്തെ മെയിൻ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആദ്യ ശനിയാഴ്ച ഒരു 1 ഡേ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് രാവിലെ 8 മണി മുതൽ 3 മണി വരെ സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ
അത് പുറത്തുനിന്ന് അച്ഛന്മാരുണ്ടാവും, ചിലപ്പോൾ പ്രകാശച്ചൻ ചെയ്യുക. അപ്പോൾ ഒരു 400-500 വ്യക്തികൾ അവിടെ വരുന്നുണ്ട് ആ ദിവസങ്ങളിൽ. അത് ചിലപ്പോൾ കിലോമീറ്റർ അകലെന്നൊക്കെ, 400 കിലോമീറ്റർ 300 കിലോമീറ്റർ അകലെന്നൊക്കെയാണ് വരുന്നത്. ചിലർ ബസ്സിന് വരുന്നുണ്ട്. അതായത് ഈ കുന്നും പ്രദേശത്തേക്ക് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 2-2.5 കിലോമീറ്റർ നടന്നിട്ട് വേണം ഈ മുകളിലേക്ക് എത്തണമെങ്കിൽ. എന്നാലും ജനങ്ങൾ അതിനുവേണ്ടി തീക്ഷ്ണത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 6-7 വർഷമായിട്ടുള്ള, ഒരു 2017-16 കാലഘട്ടത്തിലാണ് ഈ സ്ഥലം അവിടെ ഇങ്ങനെ ഉണ്ടെന്ന് അറിയുന്നതും ഈ പ്രകാശച്ചൻ്റെ നേതൃത്വത്തിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഞാൻ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞൊരു സംഭവമാണ്, അതായത് അവിടെ ചെന്ന് അങ്ങനെ തുടങ്ങി. ആദ്യമായി ഒരു തിരുനാൾ മാതാവിനെ നമ്മൾ ഒരു ദേവാലയത്തിൽ ഒരു തിരുനാളാഘോഷം ഉണ്ടാവുമല്ലോ, ആ തിരുനാളാഘോഷത്തിന് ആദ്യപറ്റി നടന്നപ്പോൾ ഒരു 20 പേരെ 30 പേരൊക്കെയാണ് ആ പരിസ്ഥിതി കണ്ടെത്തിയത്. ഇന്ന് ആൾ പറയാ ഇതിപ്പോൾ ഞങ്ങൾ പോയത് 2024 അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഏപ്രിലിൽ ചെല്ലുന്നു. 2 മാസം മുമ്പ് അവിടെ തിരുനാളിന് വന്നത് 12,000-13,000 പേരുകളാണ്. അപ്പോൾ വലിയ നമ്പർ ഓരോ വർഷം ചെല്ലുന്തോറും ഒരു വലിയ നമ്പർ വരുന്നു. അപ്പോൾ രൂപതയുടെ ഭയങ്കര സപ്പോർട്ട്, പിതാക്കന്മാരുടെ ആയാലും. അപ്പോൾ അവിടെ പള്ളുട്ടിയൻ വൈദികരെന്ന് പറഞ്ഞത് ഒരു 6-5 വൈദികരാണ് ആ രൂപതയ്ക്കുള്ളത്. 30 ഇടവകളാണ് ഉള്ളത് അവർക്ക് ആകെ രൂപതയ്ക്കുള്ളത്. അപ്പോൾ ഒരു 4-5 അച്ഛന്മാരാണ് പള്ളുട്ടിയൻ സഭയിലുള്ളത്. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നു, രൂപത നന്നായി സപ്പോർട്ട് ചെയ്യുന്നു. അത് കാരണം അച്ഛൻ അവിടെ അനേകം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയും നാൾ അവിടെ നിന്നതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഇപ്പം വൈദികരും സിസ്റ്റേഴ്സും മാത്രമല്ല, കുടുംബങ്ങളും മിഷണറിമാരായിട്ട് പോകണമെന്നും നമുക്ക് പോകാൻ അങ്ങനെ അവസരമുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലായി. അത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഒത്തിരി പേര് അത് തിരിച്ചറിയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ആവശ്യകത, ഇതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? ഇപ്പോഴും ജീസസ് മൂവ്മെൻറ്റ് ഫാമിലി സ്ട്രീം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം എല്ലാ വർഷത്തിലും കുറച്ച് ഫാമിലീസിനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റിവിടാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2 ബാച്ച് കഴിഞ്ഞു, 3 ബാച്ച് കഴിഞ്ഞു. 4ാമത്തെ ബാച്ചിൽ ഇപ്പോൾ രജിസ്ട്രേഷൻ സെപ്റ്റംബർ മാസം അവസാനിക്കും. അപ്പോൾ അവർക്കൊരു ഡിസംബറിൽ ഓറിയൻറ്റേഷൻ കൊടുത്ത് ഇവരെ ഈ വീക്കെൻഡ്, അതായത് വെക്കേഷൻ സമയം തന്നെ, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൂടുതൽ എല്ലാവർക്കും വെക്കേഷൻ ഉണ്ടാവും, ഫാമിലിയായിട്ട് കടന്നു. ഇതുപോലെ ജിസൂത്ത് വിടുന്നുണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ പല ടീമുകൾ, കരിസ്മാറ്റിക് ടീമുകൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഇത് അവിടെയുള്ള വൈദികർക്കായാലും സിസ്റ്റേഴ്സിനായാലും വലിയൊരു മുതൽക്കൂട്ടാണ്. അതായത് ഇവർക്ക് അവിടെ ഇറങ്ങിച്ചെല്ലാൻ സാധ്യതകൾ ഇഷ്ടം പോലെയുണ്ട്. എങ്കിലും ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു യൂത്ത്, ഒരു ഗ്രൂപ്പ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനും അവരിലേക്ക് ഇറങ്ങി അവരോട് കൂടെ ആയിരിക്കാനും കൂടുതൽ ഇടപെടലുകൾ വരുമ്പോൾ ഒരു തുറവി ശരിക്കും ഒന്നുകൂടി കിട്ടുന്നുണ്ട്. ഇപ്പം ബൈജു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആദ്യം പോയ ഒരു യാത്രയുണ്ട്. ആദ്യമായിട്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഉത്കണ്ഠയൊക്കെ ആയിട്ട് പോയ ഒരു സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കുടുംബം ഒന്നിച്ച് ഇപ്പോൾ നടത്തിയ യാത്ര. അപ്പോൾ ഈ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ഒരു മാറ്റം ബൈജുചേട്ടന് വ്യക്തിപരമായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് അവിടെ ചെന്നിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ഒരു വ്യത്യാസം തന്നെയാണ് രണ്ട് യാത്രകളും. അന്ന് ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഏറ്റവും യൂത്തിൻ്റെ സമയത്താണ്, 22-23 വയസ്സുള്ള സമയത്താണ് പോകുന്നത്. ഞങ്ങളൊരു 5 പേരാണ് ഇവിടുന്ന് പോകുന്നത്. അവിടെ പോയത് അവർ പ്രോഗ്രാം അവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടുന്ന് 5 പേര് പോകുന്നത്. അപ്പോൾ ഞാൻ സീറ്റ്ലി ചേട്ടൻ, ജോബി ചേട്ടൻ എന്ന് പറയും, ഒരു മനോജ്, ഒരു ജോഷി ചേട്ടൻ, അഭിലാഷ്, അങ്ങനെ ഞങ്ങൾ 5 പേരാണ് പോകുന്നത്. ഞങ്ങൾ പകൽ സമയങ്ങളിൽ ഈ ഒരു കുട്ടികളുടെ പ്രോഗ്രാമും ഒരു യൂത്തിൻ്റെ പ്രോഗ്രാമായിരുന്നു. അവർക്ക് കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുന്നു. ഒപ്പം തന്നെ ഞങ്ങൾ രാത്രി ഇതൊക്കെ കഴിഞ്ഞ് ഇതേപോലെ ഏപ്രിൽ മെയ് സമയത്ത് തന്നെ പോകുന്നു. ഇവർക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വേണ്ടി ഇൻ്റർസെഷൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ. അതായത് രാത്രിയിൽ ഞങ്ങൾ ടൈം ടേബിൾ, ഞങ്ങൾ 5-6 പേരുണ്ട്. ഞങ്ങൾ 5-6 പേര് സമയങ്ങൾ ടൈം ടേബിൾ ചെയ്ത് മാറി രാത്രി ഇടവക പള്ളി, അവിടുത്തെ പള്ളിയുടെ ബാക്കിൽ സങ്കീർത്തിയിൽ അഡോറേഷൻ എഴുന്നള്ളിച്ച് വെച്ചേക്കുകയാണ്. അവിടെ ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത് വലിയൊരു അനുഭവമായിരുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ ഇവിടുന്ന് നമ്മൾ ആദ്യമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയും ഭയവും ഉത്കണ്ഠയ്ക്കായിട്ടാണ് പോകുന്നത്. എന്തൊക്കെയാണ് പോകുന്നത്, ദൈവം ഏതാ സ്ഥലം ഒന്നും നമുക്കറിയില്ല. ആ ഇതിലാണ് പോകുന്നത്. അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ആ ധീരജനോടും അവിടുത്തെ ടീമുകളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ് അനുഭവപ്പെട്ടത്. അത് തിരിച്ചു വന്നിട്ട് നമ്മൾക്ക് ഇവിടുത്തെ ഇടവക പ്രയ ഗ്രൂപ്പിലായാലും ഇവിടുത്തെ ബാക്കിയുള്ള ജീസസിന് മുമ്പിലും പറയുമ്പോൾ അവരിലും ഒരു ഉന്മേഷം കത്തിക്കാൻ നമുക്ക് പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ ഫാമിലി യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ വൈഫ് പറഞ്ഞ മാതിരി കുറേ ഉത്കണ്ഠകളും പേടിയോടുകൂടി യാത്ര ചെയ്യുന്നത്. അതായത് അന്ന് ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. ഇന്ന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ട്രെയിൻ യാത്രയാണ്, നമ്മൾ റിസർവേഷൻ ചെയ്തിട്ടുണ്ട്, ഓക്കെയാണ്. എങ്കിലും നമുക്ക് 30 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. ഈ യാത്രയിൽ എന്തൊക്കെ ഉണ്ടാവും, സംഭവിക്കും, നമുക്ക് ഉറങ്ങാൻ ശരിക്കും പറ്റില്ല, ടെൻഷനാണ്, കാര്യങ്ങളാണ്. നമുക്ക് ദൈവം ഈ വഴികളൊക്കെ നമ്മളെ
ശരിക്കും ഒരുക്കിയിട്ടുണ്ട്. ആ യാത്ര തിരിച്ചായാലും അവിടെ ആയാലും എവിടെയായാലും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരുമ്പോഴും ഇവിടെ ആ ഫസ്റ്റ് എക്സ്പീരിയൻസ് പോലെ തന്നെ ഈ ഒരു ലാസ്റ്റ് പോയപ്പോഴും തിരിച്ചു വന്ന് ഞങ്ങൾ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങളെ കേൾക്കുവാനും ഞങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അവരിലുള്ള ഒരു ജ്വലനം കാണുമ്പോൾ നമുക്ക് ഒരു വലിയ ഹാപ്പി ആയിരുന്നു. അപ്പം ലിജിയുടെ അടുത്ത് ഇതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെ യാത്ര പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും ദൂരേക്ക് കുട്ടികളെ കൊണ്ട് പോകണോ എന്നൊക്കെ ചോദിച്ച് ആരെങ്കിലും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു? കുറേ പേര് എൻ്റെ ഫ്രണ്ട്സുകളും പിന്നെ എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, കൊച്ചുങ്ങളെയും കൊണ്ട് പോകണ. അവൻ ചോദിച്ചത് ചെറിയ കുട്ടികളല്ലേ എന്ന് പറഞ്ഞു. അവരവിടെ പോയിട്ട് എന്താ ചെയ്യാൻ, ഭാഷ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ പോയവരുടെ എക്സ്പീരിയൻസ് അറിയുമ്പോൾ ഭാഷയ്ക്കും ദൈവം തന്നെ പരിശുദ്ധാത്മാവ് എന്തായാലും നമ്മളെ നയിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയത്. അപ്പോൾ ആ ഒരു അവരുടെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. കാരണം ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ 1 മണിക്കൂർ പോലും നമുക്ക് ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് പോകാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല. അവിടെ എന്ന് പറയുന്നത് ഇങ്ങനെ പോയിരിക്കും, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ഓപ്പൺ ആയിരുന്നു. അച്ഛൻ എന്ന് പറയുന്നത് നമുക്കൊരു ഫ്രണ്ടിൻ്റെ പോലെയായിരുന്നു അച്ഛൻ, നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെ. അപ്പം അച്ഛനും അപ്പം എപ്പോഴത്തേനും സപ്പോർട്ട് ഇവരൊക്കെ ആയാലും കാരണം സമയം വേസ്റ്റ് ആയിട്ട് ഞങ്ങൾക്കാണ് പോയിട്ടേ തോന്നുന്നുണ്ട്. ബൈജു ചേട്ടനാണെങ്കിൽ ഒരുപാട് മുൻപ് പോയിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അന്നത്തെ യാത്രകളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഇങ്ങനെ കേട്ടപ്പോ നമുക്ക് പോകണമെന്ന് ആഗ്രഹം കൂടുകയാണോ ചെയ്തേ, അതോ ടെൻഷൻ ആവുകയാണോ ചെയ്തേ? പോയി വന്നപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് തോന്നിയോ? ആഗ്രഹം തന്നെയാണ് തോന്നിയത്. കാരണം ആയിട്ട് തന്നെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും പോകണം. അപ്പം എല്ലാവർക്കും ഇവർക്കായാലും ഇപ്പോൾ കൊണ്ടുപോയവർക്ക് ഭാവിയിലായാലും ഒരു മിഷൻ എക്സ്പീരിയൻസ് നല്ലതാണല്ലോ. അപ്പം നമുക്ക് ഇപ്പോൾ കൊണ്ടുപോകണം, പ്രായത്തിലല്ലേ കൊണ്ടുപോകും, ചെറിയൊരു അറിവൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് കണ്ടും കേട്ടെല്ലാം മനസ്സിലാക്കാം. അപ്പോൾ കുഞ്ഞിന് ഇതിലാകുമ്പോൾ കൊണ്ടുപോയി ഒന്നും അറിയില്ല. അപ്പം ഇപ്പം മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഇവർ വേണമെങ്കിൽ ഭാവിയിൽ വേണമെങ്കിൽ മിഷനറി ആയാലും ഇന്ന് കുഴപ്പമില്ലല്ലോ. അപ്പം അത് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തായാലും കൊണ്ടുപോയി. ഇനിയായാലും ഞങ്ങൾക്ക് പോകാൻ ഇഷ്ടക്കുറവൊന്നുമില്ല. അച്ഛന്റെ കൂടെ നമുക്ക് കുറച്ച് ദിവസം വീടുകളിലേക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചല്ലോ. അവിടെ അടുത്തുള്ള ഔലിയ എന്ന് പറഞ്ഞ ഒരു പാരിഷിൽ നമ്മൾ പോകാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പം അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെയുള്ള ഫാമിലികൾ നമ്മൾ എത്രത്തോളം സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് നമ്മുടെ ഈശോയുടെ സാന്നിധ്യവും സ്നേഹമൊക്കെ അനുഭവപ്പെടുന്നത്? ഞങ്ങൾ പ്രകാശ് പറഞ്ഞു നമുക്കൊരു അവസരം ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഉപകാരമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ അതിനുവേണ്ടി നമുക്ക് ഒരു ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ആദ്യം സേവനം ചെയ്തൊരു ഇടവക ഔലിയ ഇടവക. അപ്പോൾ അവിടുത്തെ വികാരി അച്ഛനെ വിളിച്ചപ്പോൾ ആൾ ഒരു പള്ളുവട്ടീൻ സഭ മലയാളി വൈദികൻ തന്നെയാണ്. അപ്പോൾ ആളോട് പറഞ്ഞ് ലാസ്റ്റത്തെ ഒരു 2-3 ദിവസം നമുക്ക് അവിടെ ചിലവഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അച്ഛൻ ഞങ്ങൾ അവിടെ കൊണ്ടാക്കി. അത് കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ ചെല്ലുന്നൊരു ചൊവ്വാഴ്ചയാണ്. ഞായറാഴ്ച അച്ഛൻ അവിടെ ഇടവക കുർബാനയിൽ വിളിച്ചു പറഞ്ഞിരുന്നു, ഇങ്ങനൊരു ഫാമിലി വരുന്നുണ്ട്, നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. എല്ലാ വീടുകളിലേക്കും വരാൻ പറ്റില്ല, കുറച്ച് വീടുകളിലേക്കൊക്കെ വരുള്ളൂ, അവർ ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം പള്ളിയോട് ചുറ്റും കാണുന്ന ഒരു 2-3 കിലോമീറ്റർ ചുറ്റുള്ളവരുള്ള കുറച്ച് ആൾക്കാർ ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്നു. ശരിക്ക് ജോലികളുള്ള ടീച്ചർമാർ അവിടെ ഏറ്റവും കൂടുതൽ ടീച്ചർമാരുകളാണ് ജോലി. പിന്നൊക്കെ പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ടാവാം, ചിലപ്പോൾ മാതാപിതാക്കൾ മാത്രവും ഇവിടെ മക്കൾ പുറത്തേക്ക് ആയിരിക്കാം. എങ്കിലും ഞങ്ങൾ ചെല്ലുന്ന ഓരോ കുടുംബങ്ങളിലും ഞങ്ങളെ കാത്തിരിക്കുന്നു എന്ന് വലിയൊരു ഇതായിരുന്നു. അതായത് കാരണന്മാരും ചെറുപ്പക്കാരായാലും ഞങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് അവർ ശരിക്കും ഈ വയസ്സായവരെ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും അവർ ശരിക്കും ഭാഷ ഹിന്ദി അല്ല, നിമ്മാട്ടി ഭാഷയാണ്. ഞങ്ങൾ ആദ്യമായിട്ടൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അമ്മമ്മ മാത്രമുള്ള ആ വീട്ടിൽ ഏകദേശം 70 വയസ്സേക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെ വഴി കാട്ടാൻ അവിടുത്തെ 2 പയ്യന്മാരാണ്, ഇവരെ പ്രായമുള്ള 2 പയ്യന്മാരാണ് ഞങ്ങളുടെ കൂടെ. അപ്പോൾ അവർ എന്തൊക്കെയാണ് പറഞ്ഞത് ഇങ്ങനെ വരുത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ആക്ഷൻ കാണുമ്പോൾ നമുക്ക് ഏകദേശം പിടി കിട്ടി. അപ്പോൾ ഹിന്ദിയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഒരു ലെവലിലൊക്കെ സംസാരിച്ച് പോകാം, ഓവറോൾ മെയിൻ അല്ല എങ്കിൽ. അമ്മാമ്മ ചെന്ന് വലിയ വെയിറ്റൊക്കെ പിടിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ദൈവം ഇതൊക്കെ പാളി എന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞ് ഈ അമ്മാമ്മ ഞങ്ങൾ സംസാരിച്ച് അറിയുന്ന അമ്മക്ക് കുറച്ച് ഹിന്ദി അറിയാം, ഞങ്ങൾ ഹിന്ദി സംസാരിച്ച്. ഇതൊക്കെ കഴിഞ്ഞാൽ ഇവളൊക്കെ ആയിട്ട് കെട്ടിപ്പിടിക്കലും ദൈവമേ എന്ത് വലിയ സ്നേഹപ്രകടന. അപ്പോൾ നിങ്ങൾ കടന്നു വന്നല്ലോ, ഇത് ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതുകൾ. അപ്പോൾ അമ്മാമ്മയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. അമ്മാമ്മ നിമാട്ടി ഭാഷയിൽ പറയുന്നു, നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കുന്നു, നമ്മൾ മലയാളത്തിൽ ഹിന്ദിയിലും തിരിച്ചു പറയുന്നു. അമ്മാമ്മ അത് മനസ്സിലാക്കുന്നു. അത് ദൈവത്തിൻ്റെ ഇടയിലുള്ള വലിയൊരു ചാനലാണത്. അപ്പൊ അത് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഏത് ഭാഷയിൽ പ്രാർത്ഥിക്കാന്നറിയില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ ഓരോ വീടുകൾ പോകുമ്പോൾ കേട്ടോ, ഓരോ വീട് പ്രാർത്ഥിക്കും. നമ്മൾ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് സ്വർഗ്ഗസ്ഥനായ നന്മ നിറയെ നമ്മൾ ഹിന്ദിയിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ ചൊല്ലുന്നു. ഇതൊക്കെ കഴിയുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾക്ക് അറിയില്ല. നമ്മൾ ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പല വിശേഷങ്ങളും നമ്മൾ അവരെ സമർപ്പിക്കും. അത് പിന്നീടൊക്കെ നമ്മൾ അവരുടെ മുഖത്തെ എക്സ്പീരിയൻസ് മനസ്സിലാക്കുക, അത് അവരുടെ ജീവിതത്തിലുള്ള
സംഭവങ്ങളാണ് നമ്മൾ ഏറ്റവും തമ്പുരാന് മുമ്പ്. അത് ശരിക്കും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ മലയാളത്തിലാണ് പ്രാർത്ഥിച്ചത്, അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്രഷൻ ചിലപ്പോൾ സങ്കടമായിട്ടാവും, ചിലപ്പോൾ സന്തോഷമായിട്ടാവും. അവർ പല കുടുംബങ്ങളിലും ഞങ്ങൾക്കത് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് വലിയൊരു അനുഭവം തന്നെ. അത് മക്കൾക്കും. അപ്പോൾ ചിലർ അപ്പോൾ ആ ചേട്ടൻ നിന്നെ ഇങ്ങനെ കരഞ്ഞ്, നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നിന്നെ കരഞ്ഞ്. നമ്മൾ പ്രാർത്ഥിച്ചത് അവരുടെ സംഭവം, അവരുടെ വിഷമങ്ങൾ നമ്മൾ തമ്പുരാന് മുമ്പിലേക്ക് പറഞ്ഞു. അത് അവർക്ക് മനസ്സിലായി, തമ്പുരാനും മനസ്സിലായി. അവർക്ക് കൊടുക്കാനുള്ള സൗഖ്യമാണോ, സന്തോഷമാണോ, ദുഃഖമാണോ, അത് അവർക്ക് തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണോ അത് മക്കൾക്കൊരു ഇത് കൂടെ വന്ന പിള്ളേർ അവർ ചില സമയത്ത് വണ്ടടിച്ചുന്നുണ്ട്. ഈ അവിടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ കാണിച്ചിട്ട് ആ സമയത്ത് വെക്കേഷനാണ്. അപ്പോൾ ഇതൊരു വലിയ അനുഭവം. അതായത് ഭാഷ മിഷൻ യാത്ര ചെയ്യാൻ ഭാഷ ഒരു പ്രശ്നമല്ല. തമ്പുരാൻ അതിലൊരു ചാനലുണ്ടെങ്കിൽ നമുക്ക് എവിടെയും കയറി ചെല്ലാം, എവിടെയും പ്രവർത്തിക്കാം. എനോഷാണ് അല്ലേ മൂത്തയാള്? എനോഷ്, ജോസഫ്, ബെഞ്ചമിൻ അല്ലേ? അതെ, അടിപൊളി. അപ്പം എനോഷ് പറയേ, എങ്ങനെയാണ് അവിടെ ചെന്നപ്പോൾ? അപ്പച്ചൻ നേരത്തെ പോയിട്ടുള്ള യാത്രകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആയിരുന്നോ അവിടെ ചെന്നപ്പോൾ? എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? കുഴപ്പമുണ്ടായിരുന്നില്ല. കൂടുതൽ ആരാധനയ്ക്കായിരുന്നു. ആദ്യം മറ്റേ മാസത്തിലൊരു ശനിയാഴ്ച എനിക്ക് അവിടെ കുർബാനയ്ക്ക് കൂടാനൊക്കെ പറ്റി. പിന്നെ അച്ഛൻ ബോളൊക്കെ തന്നാൾ കളിക്കാനൊക്കെ പറ്റി. അപ്പൊ ഇനിയും ഇതുപോലെ ഒരു അവസരം വരുവാണെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ വീടുകൾ വിസിറ്റ് ചെയ്യാനോ ഈശോയെ കുറിച്ച് പ്രസംഗിക്കാനോ സംസാരിക്കാനോ ഒക്കെ ചാൻസ് കിട്ടിയാൽ പോകാൻ തയ്യാറാണോ? നിങ്ങൾ റെഡിയാണ്? ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു തീക്ഷ്ണത കെടാതെ സൂക്ഷിക്കുക. ഇനിയും നമുക്ക് അവിടേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കട്ടെ. കുടുംബം ഒന്നിച്ച് ഇപ്പം ബൈജുവും ലിജിയും ഒക്കെ ആ ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോയതുകൊണ്ടാണ് മക്കൾക്കൊക്കെ ഈ ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിച്ചത്. അപ്പോൾ ഒത്തിരി യാത്രകൾ ഇതുപോലെ നടത്താൻ സാധിക്കട്ടെ. ഒത്തിരി മിഷൻ മേഖലയിലുള്ള വൈദികർക്കും സിസ്റ്റേഴ്സിനും മിഷൻ മേഖലയിലുള്ള വിശ്വാസികൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള കൂടുതൽ കുടുംബങ്ങൾ ഉണർന്നെഴുന്നേൽക്കട്ടെ. നമ്മൾ അവിടെ ചെല്ലുന്ന മിഷൻ മേഖലയിലേക്ക് കടന്ന് ചെല്ലുന്ന സമയത്ത് നമുക്ക് എന്താണോ ചെയ്യാനായിട്ട് ഈശോ ഒരുക്കിയിട്ടുള്ളത് അത് ചെയ്യാനായിട്ട് പൂർണ്ണ മനസ്സോടെ സമർപ്പണത്തോടെ ചെയ്യാനായിട്ട് മനസ്സുള്ള ഒരുപാട് കുടുംബങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണർന്നെഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ. വേലക്കാരായി അയക്കേണമേ, അഭിഷേകത്താൽ ശക്തരാക്കണേ.